അപ്പോൾ ഗായ്സ് നമ്മൾ മഹാരാഷ്ട്രയിൽ എത്തിയിട്ട് 4ാമത്തെ ദിവസം. ഇന്നലെ വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ല, കാരണം റേഞ്ചില്ലായിരുന്നു. പിന്നെ ഫോണ് ചെറിയ വിഷയമുണ്ടായിരുന്നു, അതുകൊണ്ട് വീഡിയോസൊന്നും ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ രാത്രി കാട് വഴി വന്നപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്, അത് കുറച്ച് എഡിറ്റ് ചെയ്തിട്ട് ബാക്കിയിടാന്ന് വെച്ച്. ഇന്നിപ്പം 4ാമത്തെ ദിവസം നമ്മൾ വണ്ടിക്കകത്ത് പാചകം ചെയ്യാനുള്ള പരിപാടിയാണ്. വണ്ടിക്കകത്ത് പാചകം ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഇരിക്കുന്നത് അവിടെ നിന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇന്നലെ നമുക്ക് ജിയോടെ പമ്പിൽ കയറിയിട്ട് കുളിക്കാനൊന്നും പറ്റിയില്ല. സംഭവം നമുക്ക് പോകേണ്ട വഴി ഇന്നലെ ബ്ലോക്കായിരുന്നു, അവിടെ എന്തോ ഉത്സവമായതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ വെച്ചൊരു അണ്ണനെ ഒരു തമിഴ്നാട് വണ്ടി കണക്ട് ചെയ്ത്, പിന്നെ അവരുടെ കൂടെ ആയിരുന്നു. അപ്പോൾ അവർക്കറിയാം ഈ ഉത്സവം കൊണ്ട് വേറെ വഴി പോകണ്ട, അങ്ങനെ അവരുടെ കൂടെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇന്നലെ കുളിക്കാനൊന്നും പറ്റിയില്ല. ഇനി എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് കുളിക്കണം. പിന്നെ നൈറ്റ് ഒരു ദവായിൽ നിർത്തിയായിരുന്നു, അവിടെ വലിയ വൃത്തിയൊന്നും ഇല്ലെന്ന്. പിന്നെ മഴയും കൂടെ ആയതുകൊണ്ട് കുളിക്കാൻ തോന്നിയില്ല. പിന്നെ അന്നേരം ഇന്നിപ്പം പാചകം ചെയ്യാൻ ഇപ്പം തമിഴ്നാട് വണ്ടി അണ്ണനും ഉണ്ട്. അതൊക്കെ ഗുജറാത്ത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പാകിസ്ഥാൻ ബോർഡർ വരെ അങ്ങോട്ട് പോകണം, ബോർഡർ അടുപ്പിച്ച് അങ്ങോട്ട് പോകണം. അപ്പോൾ അതുവരെ നമ്മളോട് അയാളുണ്ട്. ഇത് റൈസാണ്, പിന്നെ ഇത് മുളകുപൊടി, മല്ലിപ്പൊടി, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. കറി പൗഡറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പാത്രം, നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ള വെള്ളം ഇല്ലാത്തതുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടിയിൽ പാചകം വെള്ളം കുറവ്, അപ്പോൾ വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ കിടക്കുന്ന നമ്മുടെ വണ്ടി, കൂടെ കിടക്കുന്നതാണ് തമിഴ്നാട് അണ്ണൻ്റെ വണ്ടി. ഗുജറാത്ത് പോകുന്നവർ വരെ അയാൾ കൂടെ കാണും. നമ്മൾ ചെറിയ രീതിയിലുള്ള പാചകമായതുകൊണ്ട് ചെറുതായിട്ട് കുറച്ച് സവാള, തക്കാളി, അങ്ങനത്തെ ഐറ്റംസേ മേടിച്ചിട്ടേ ഉള്ളൂ. പിന്നെ മുളകുപൊടി, മല്ലിപ്പൊടിയും ചെറിയ പാക്കറ്റ് ഇവിടെ കിട്ടുമായിരുന്നു, അതും മേടിച്ചിട്ടുണ്ട്. നമ്മളെ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളെ വണ്ടിക്കകത്ത് ഉണക്കമീൻ മാത്രം വറുത്തിട്ട് ബാക്കിയെല്ലാം അണ്ണൻ്റെ വണ്ടിയിൽ പാചകം ചെയ്യാൻ പോകുന്നു ഗൈസ്. സാമ്പാർ, ഇതിൽ നമ്മളെ കാറ്റാടി ഇല്ലേ, കാറ്റാടി വൈൻമിൽ, അതിൻ്റെ തൂണ് സംഭവം. ഇത് ശരിക്കും നല്ല സൈസാണ്. അപ്പോൾ അടുത്ത് നോക്കുമ്പം അല്ല, ഇവരിവിടെ പോകുമ്പോൾ സാധനം ചെറുതായിട്ട് തോന്നുള്ളൂ, പക്ഷെ നല്ല ഇതാണ്. വലിയ ലോറിക്കകത്തൊക്കെ ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട്. പാത്രവുമായി നമ്മൾ പോകാൻ പോവുകയാണ്. ഉണക്കമീൻ, കേരളത്തിലെ വണ്ടിയിൽ നിന്ന് തമിഴ്നാട് വണ്ടിയിലോട്ട് ചാടി കയറാൻ പോവുകയാണ്. ചോറ്, സാമ്പാർ. നമ്മൾ വണ്ടി വന്നിട്ട് ആദ്യമേ ഉണ്ടാക്കി കഴിക്കുന്ന ചോറ്, സാമ്പാർ, ഒരു ഉണക്കമീൻ. അപ്പോൾ അങ്ങനെ കഴിക്കില്ലേ.